ഹർഘർ തിരംഗ മഹോത്സവിന്റെ ഭാഗമായിട്ട് സ്മോക്ക് ഷോ ഉണ്ട് അനൗൺസ്മെന്റ് വന്നത് അല്ലേ? ഷോ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മൊത്തം ഞാന് കുറെ പുകമറയുടെ ഉള്ളിലാണ് നിൽക്കുന്നത് അല്ലേ? സ്മോക്ക് എന്താണെന്നറിയോ? കണ്ടുണ്ടോ സ്മോക്ക്? ഇവിടെ മൊത്തം പുകയാണല്ലോ, അപ്പൊ കണ്ടുണ്ട്. ഇതിന് മുന്നേ കണ്ടുണ്ടോ? ആ പറഞ്ഞോ, അടുപ്പിൽ കണ്ടുണ്ട് അവിടുന്ന് പറയുന്നത് കേട്ട്. അടുപ്പിൽ കണ്ടുണ്ട്. പിന്നെ ട്രൈ കളറില് ഏതെല്ലാം കളേഴ്സ് ആണത്? അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗിനകത്ത് ട്രൈ കളർ ഫ്ലാഗിനകത്തുള്ള കളേഴ്സ് ഏതൊക്കെയാ മക്കൾ പറയും? ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ, റെഡ് ഉണ്ടോ? ഗ്രീൻ. ഇതാണ് നമ്മുടെ ട്രൈ കളറിനകത്തുള്ള കളേഴ്സ് അല്ലേ? ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒരു പരീക്ഷണമാണ്, ഇത് വിജയിക്കുമെന്നൊന്നും അറിയില്ല. സാഫ്രോൺ കളറിലുള്ള സ്മോക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്ത് നോക്കിയതാണ്. ഓൾമോസ്റ്റ് ആ ഒരു ഷെയ്ഡിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സാഫ്രോൺ ഓൾമോസ്റ്റ് വരുന്നുണ്ടല്ലേ? പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ട്രൈ കളറില് വൈറ്റ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ സ്മോക്ക് ആണ് ഉണ്ടാക്കിയത്. സ്മോക്ക് നമുക്ക് ഫോഗ് അഥവാ എന്താണ് കണ്ടൻസ്ഡ് വാട്ടർ വേപ്പേഴ്സ് ഫോഗ് ആയിട്ട് വരുന്നതാണ് വൈറ്റില് ഞാൻ ഉണ്ടാക്കുന്നത്. എന്ത് വേണം നമുക്ക് തിരങ്കയില്? ഗ്രീൻ അല്ലേ? അവിടെ ട്രൈ കളർ ഇലുമിനേഷൻ അല്ലേ ഇത്? ഈ കളേഴ്സ് ഒക്കെ എന്താണ് നമ്മള് നാഷണൽ ഫ്ലാഗ് ഈ 3 കളറില് ഡിസൈൻ ചെയ്തത്? വെറുതെ ഏതെങ്കിലും കളേഴ്സ് അങ്ങ് എടുത്ത് വെച്ചാണോ? ഓരോ കളറും ഓരോ കാര്യങ്ങളെ എന്താണ് സിംബലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഫസ്റ്റ് കളർ ഏറ്റവും ടോപ്പിൽ വരുന്ന ബാൻഡ് ഏതാ? സാഫ്രോൺ അല്ലേ? കുങ്കുമം. അതെന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്നത് അറിയോ? അറിയോ? പീസ് ആണോ? സാക്രിഫൈസ് ഇതൊക്കെയാണ് ബ്രേവറി, നമ്മുടെ ഒരു ധൈര്യത്തിനെയും പിന്നെന്താണ് കുറെ എന്താണ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ അവരുടെ വെൽത്ത് ആണെങ്കിലും അവരുടെ എന്താണ് അല്ലെ അവരുടെ ജീവൻ തന്നെ ത്യാഗം ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ളത് അല്ലെ? അപ്പം ആ ഒരു സാക്രിഫൈസിനെ കറേജിനെ ഒക്കെ സിംബലൈസ് ചെയ്യാനാണ് ഫസ്റ്റിന് മേലെയുള്ള സാഫ്രോൺ ബാൻഡ് വെച്ചിട്ടുള്ളത്. തൊട്ടതായ നമുക്ക് എന്തുണ്ട്? വൈറ്റ് കളർ ബാൻഡ് ഉണ്ട്. പീസ് അല്ലേ? നമുക്ക് എപ്പോഴും അറിയാം വെള്ള എപ്പോഴും സമാധാനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. പീസ്, ട്രൂത്ത്, പ്യൂരിറ്റി ഇതൊക്കെയാണ് വൈറ്റ് കളറ് സിംബലൈസ് ചെയ്യുന്നത്. ഇനി അതിന് താഴെ എന്തുണ്ട്? ഗ്രീൻ കളറിൽ വരുന്നുണ്ട് അല്ലേ? ഗ്രീൻ കളർ എന്തായിരിക്കും? പുറത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാം. എന്താണ്? ഗ്രോത്ത് അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ കൾട്ടിവേഷനിലൊക്കെ ഉള്ള ആ ഒരു ഗ്രോത്തിനെയാണ് ഗ്രീൻ കളറ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നടുവില് നമുക്ക് എന്തുണ്ട്? അശോക ചക്ര. അശോക ചക്രത്തിന് 24 സ്പോക്സ് ഉണ്ട്. ആരക്കാലുകളുണ്ട് അല്ലേ? 24. നമ്മള് കുറേ നാട്ടിൽ എന്താണ് ഇന്ത്യയുടെ ഒരു മുദ്രാവാക്യം ഉണ്ട്. എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും. നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെ റിലീജിയസ് ആയാണ് നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. സ്റ്റേറ്റ്സ് ഉണ്ട്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമ്മളെല്ലാരും ഒന്നാണ് അല്ലേ? അല്ലേ? നമുക്ക് ആ ഒരു ഒന്നാണ് എന്നുള്ള ഒരു ഫീല് വരണം. അപ്പൊ അതിനെ അല്ലെങ്കിൽ പിന്നെന്താണ്? വാസ്റ്റ്നെസ് ഓഫ് അവർ ലാൻഡ്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മള് ബ്ലൂ കളർ കാണാൻ എവിടെയാ? അപ്പൊ നേരെ മേലെ ആകാശത്തേക്ക് നോക്കിയാല് അല്ലെങ്കിൽ കടലിലേക്ക് നോക്കിയാലൊക്കെയാണ് നമുക്ക് ആ ഒരു ബ്ലൂ കളർ കാണാൻ വേണ്ടിട്ട് പറ്റില്ലേ? അപ്പൊ അതൊക്കെ ഭയങ്കര സമൃദ്ധമാണ്, വിശാലമായിട്ടുള്ളതാണ്. ആ ഒരു വിശാലതയും കൂടെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതിനകത്തുള്ള ബ്ലൂ കളറും പിന്നെ അശോക ചക്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് പിന്നെ ഒരു മീനിങ് ഉള്ളത് 24 മോറൽ വാല്യൂസിനെയും കൂടെ അത് represent
പുകയായാലോ? യെസ് ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് കളറുള്ള പുക ഉണ്ടാക്കി നോക്കാം. കണ്ടോ? എവിടാ കണ്ട്? കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ? എന്ത് കളറായിരുന്നേ? നല്ല പച്ച കളറിലുള്ള പുക വരുന്നുണ്ട്. ഈ കളർ എവിടുന്നാ വരുന്നേ? അതിനുള്ളില് കളർ കൊടുക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഉണ്ടാവാം അല്ലേ? അതിൽ നിന്നാണ് ഈ ഒരു കളറ് വരുന്നത്. അപ്പൊ കുറച്ച് നമുക്ക് സ്മോക്കിന്റെ സയന്റിഫിക്, അതായത് അതിന്റെ സയൻസിലേക്ക്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്കും അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, ഈ രണ്ട് കാര്യങ്ങളും കുറച്ച് പറഞ്ഞിട്ട് പറ്റി പോവാം. അപ്പൊ എന്താണ് സ്മോക്ക്? കെമിക്കലി പറയുകയാണെങ്കിൽ നന്നായി കത്തുന്ന അടുപ്പൊന്ന് പുക വരുമോ? ഇല്ല. നല്ല തീയുണ്ടെങ്കിൽ പുക വരൂല അല്ലേ? പിന്നെ എപ്പോഴാ പുക വരിക? ഉറക്കം പറഞ്ഞോ? ഇതൊരു വൺ മാൻ ഷോ അല്ല, നിങ്ങളുടെ റെസ്പോൺസ് വേണം. തീ കെടാനാവുമ്പോ പുക വരും. അപ്പൊ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് കത്താത്ത സാധനത്തിൽ നിന്നാണ് ഈ പുക വരുന്നത് അല്ലേ? നമ്മൾ ഒന്നുകൂടെ ഊതി കത്തിച്ചാല് അത്രയും സ്മോക്ക് അല്ലെങ്കിൽ പുക വരില്ല. അപ്പൊ കെമിസ്ട്രിയുടെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ, അതായത് മുഴുവനും പൂർണ്ണമായിട്ട് കത്താത്ത സാധനങ്ങളുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? സ്മോക്ക് വരുന്നത്. നമുക്ക് ആ സ്മോക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഫിസിക്കലി സ്മോക്ക് എന്താണ്? ഇറ്റ്സ് എയറോസോൾ. വലിയ എന്തോ ടേം ആണോ? എയറോസോൾ എന്താണെന്ന് അറിയോ? ഇപ്പൊ നമ്മുടെ ഇവിടെ എയർ ഉണ്ടല്ലേ, ഗ്യാസിലായിട്ടുള്ള അല്ലെങ്കിൽ എയറില് സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും ഭയങ്കര ടൈനി ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്തെടുക്കുക. സസ്പെൻഷൻ ഓഫ് വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ ഗ്യാസ്, അതാണ് എയറോസോൾ. ഇതെന്താണ്? വൈറ്റ് കളറിലുള്ള കുറെ പുക കാണുന്നുണ്ട് അല്ലേ? വൈറ്റ് കളർ ഫ്യൂംസ് അല്ലെങ്കിൽ സ്മോക്ക് ഒക്കെ വരുന്നുണ്ട്. വൈറ്റ് കളർ അല്ലാത്ത ഏതെങ്കിലും കളറിലുള്ള സ്മോക്ക് കണ്ടുണ്ടോ? ഇതിന്ന് വരുന്ന സ്മോക്ക് എന്ന് പറഞ്ഞേ ഇതല്ലാണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാ? ടൂറ് പോകുന്ന പോലെ അല്ലെങ്കിൽ പിക്നിക്കിന് ഇറങ്ങുന്ന പോലെ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാനല്ലേ? വയനാട് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ കോഴിക്കോടില് കുറച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള കക്കാടംപൊയിൽ പോയവരുണ്ടോ? പോയിണ്ടേ. അവിടേക്ക് എന്തിനാ നമ്മൾ പോകുന്നേ? കോട കാണാൻ. യെസ് അല്ലേ? ട്രിപ്പ് പോകുന്ന ആ ഒരു വൈബുള്ളവർക്ക് അല്ലേ? കോടാമഞ്ഞ് ഓഹോയ് അല്ലേ? പാട്ടൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ കോട എന്താണ്? പുകയാണോ? ഇതുപോലത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണോ? കോട എന്ന് പറഞ്ഞാൽ ഫോഗാണ്. അത് ഈ താഴെയുള്ള എയർ ഇങ്ങനെ കുറെ ലേയേഴ്സ് ആയിട്ട് ഇങ്ങനെ പരന്ന് സ്പ്രെഡ് ആയിട്ട് എടുക്കാം. അപ്പൊ താഴെ ഗ്രൗണ്ടിനോട് അടുത്തുള്ള എയർ ഭയങ്കര കൂളർ ആയിട്ട് വരുന്ന സമയത്ത്, അതായത് ടെമ്പറേച്ചർ കുറച്ച് കുറവാണെങ്കിൽ തണുത്ത് വരുന്ന സമയത്ത് എന്താണ്? അവിടെയുള്ള വാട്ടർ വേപ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് എയർ എടുത്ത് നോക്കിയാൽ അതിനകത്ത് പല എലമെന്റ്സും കാണാൻ പറ്റില്ലേ? അതിൽ എന്തുണ്ട്? വാട്ടർ വേപ്പേഴ്സും ഉണ്ട്. അപ്പൊ തണുക്കുന്ന സമയത്ത് ഈ വെള്ളം, ഇതിനകത്തുള്ള വാട്ടർ വേപ്പേഴ്സ് എല്ലാം കൂടെ കണ്ടൻസ് ചെയ്തിട്ട് ചെറിയ ചെറിയ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അതാണ് എന്ത്? ഫോഗ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോട. വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. അപ്പൊ ഫോഗ് അല്ലെങ്കിൽ കോടയുടെ ജസ്റ്റ് മോഡലാണിത്. നല്ല തണുത്ത ആർക്കെങ്കിലും വേണമെങ്കിൽ തൊട്ട് നോക്കാം, അല്ലെങ്കിൽ ഇതിന്റെ മേലെ കാണുന്നുണ്ടാവും തണുപ്പ്. അപ്പൊ ആ തണുത്ത സാധനം എത്തുന്ന സമയത്ത് അവിടെ ഈ ഒരു അന്തരീക്ഷത്തിലെ എയറിലുള്ള കുറേ കോടിക്കണക്കിന് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ? അതെല്ലാം കൂടെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അത്രയും തണുത്ത സാധനമാണ് അതിനകത്തുനിന്ന് എടുത്തത്. അപ്പൊ ലോ ടെമ്പറേച്ചറിൽ ഈ വാട്ടർ വേപ്പേഴ്സ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് സെക്കൻഡ്സിൽ എന്തുണ്ടാവും? കുറെ തൗസൻഡ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അതാണ് നമ്മൾ ഈ വെള്ള കളറിൽ കാണുന്നത്.